ഇന്ന് നമുക്ക് ഫോറക്സ് മാർക്കറ്റിൽ XIUSD ഗോൾഡിന്റെ ഒരു അനാലിസിസ് എങ്ങനെയാണ് എന്ന് നോക്കാം. ഇന്ന് ഓഗസ്റ്റ് 24 ആണ്. 2 ഡേയ്സിന് ശേഷം മാർക്കറ്റ് വീണ്ടും റീ ഓപ്പൺ ആയിരിക്കുകയാണ്. ഇന്നത്തെ ഒരു അനാലിസിസ് എന്ന് പറയുന്നത് ഇന്നത്തെ മാർക്കറ്റ് ഓപ്പണിംഗ് ടൈം മുതൽ ഏകദേശം ഒരു ഇന്ത്യൻ ടൈം 12 PM വരെയുള്ള മാർക്കറ്റിന്റെ മൂവ്മെന്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു അനാലിസിസ് ആണ്. ഇത് ജസ്റ്റ് ഒരു റെഫറൻസിന് വേണ്ടി മാത്രം യൂസ് ചെയ്യാവുന്നതാണ്. ഈ രീതിയിൽ തന്നെയായിരിക്കണം മാർക്കറ്റ് മൂവ് ചെയ്യുക എന്നുള്ളതല്ല നമ്മളുടെ ഒരു അനാലിസിസ് നമ്മൾ ജസ്റ്റ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുകയാണ്. അപ്പൊ ഇന്നത്തെ ഈ ഒരു ഓവറോൾ മാർക്കറ്റ് ട്രെൻഡ് എന്ന് പറയുന്നത് ഗോൾഡിന്റെ ഓവറോൾ മാർക്കറ്റ് ട്രെൻഡ് എന്ന് പറയുന്നത് ബൈ ട്രെൻഡ് ആണ്. അതായത് ഒരു 2 വീക്സ് ആയിട്ട് ഗോൾഡിന്റെ ഓവറോൾ മാർക്കറ്റ് ട്രെൻഡ് ബൈ ട്രെൻഡ് തന്നെയാണ്. ബൈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ലോങ് റൺ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ എപ്പോഴും ബൈ ട്രേഡ് എടുക്കുന്നത് തന്നെയാണ് കൂടുതൽ സേഫ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇൻട്രാഡേ അല്ലെങ്കിൽ സ്കാൽപ്പിംഗ് ട്രേഡ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ സെല്ലും ബൈയും ഒക്കെ എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് മാർക്കറ്റ് സൈഡ് വൈസ് ആവുന്ന സമയത്തൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ഒരു ഹയസ്റ്റ് പ്രൈസ് വന്നിരിക്കുന്നത് 4660 വരെയാണ് മാർക്കറ്റ് നിലവിൽ വന്നിരിക്കുന്നത്. അവിടെ നിന്ന് ഒരു റിജക്ഷൻ വന്നിട്ടുണ്ട്. 4640 വരെ റിജക്ഷൻ വന്നിട്ടുണ്ട്. അപ്പൊ 4660 നിലവിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ 4660നെ ബ്രേക്ക് ചെയ്തിട്ട് ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും 4668 അതുപോലെ തന്നെ 4672 78 ലെവലുകളിലേക്ക് നെക്സ്റ്റ് ടാർഗറ്റ് ലെവലുകളിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. 4678നെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടാർഗറ്റ് 4684 അതുപോലെ തന്നെ 4692 ലെവലുകളാണ്. 4698നെ ബ്രേക്ക് ചെയ്താൽ വീണ്ടും 4700 4702 4728 വരെയൊക്കെ പോകാനുള്ള സാധ്യതകളുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബൈ ട്രെൻഡ് ആയതുകൊണ്ട് തന്നെ ഈവനിങ് ഒക്കെ അത്രയും വലിയ രീതിയിൽ ബൈ പോകാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ നിലവിലത്തെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയയാണ് 4660 4658 മുതൽ 4660 സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയയാണ്. ബട്ട് വളരെ ഈസി ആയിട്ട് തന്നെ അത് ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ 4628 അല്ലെങ്കിൽ 26നെ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് വീണ്ടും ഡൗൺ ആവും. 4618 4608 ലെവലുകളിലേക്കൊക്കെ ഡൗൺ ആവും. അതൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയയാണ്. 4594 ഇന്നത്തെ ഒരു ലോവസ്റ്റ് പ്രൈസ് വന്നിരിക്കുന്നത്. ആ ഒരു റേഞ്ചിനെ ബ്രേക്ക് ചെയ്ത് ഒരു റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ 4580 4570 ലെവലുകളിലേക്ക് മാർക്കറ്റ് ഡൗൺ ആകാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ അത്രയും വലിയൊരു സെല്ലിനുള്ള സാധ്യതകൾ നിലവിൽ ചാർട്ട് നോക്കുമ്പോൾ കാണാനായിട്ടില്ല. എന്നിരുന്നാൽ പോലും ഓരോ സമയം മാറുന്നതിനനുസരിച്ച് മാർക്കറ്റിന്റെ ട്രെൻഡും ഡയറക്ഷൻസും ഒക്കെ മാറാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ കൂടുതലും ബൈ ട്രെൻഡ് ആയതുകൊണ്ട് ബൈ എൻട്രികൾ പ്ലേസ് ചെയ്യുന്നതാണ് സേഫ് ആയിട്ടുള്ളത്. പക്ഷെ നമ്മൾ എടുക്കുന്നതിന് മുൻപ് നമ്മൾ ആ ഒരു ഡയറക്ഷൻ കാര്യങ്ങളൊക്കെ ചാർട്ട് നല്ല രീതിയിൽ അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം ട്രേഡ്സ് പ്ലേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക.